എന്ത് രസാന്ന് നോക്കി കാണാൻ പോകുന്ന സ്ട്രീറ്റ് കേട്ടോ. ഈ പെട്രോണാസ് ടിൻ ടവർ കുറെ പേര് കാണിച്ചിട്ടുണ്ടാവും. ഞാൻ അതിനെല്ലാം കാണിക്കാൻ വന്നെ ഇതെങ്ങനെ എത്തിപ്പെടാം, എന്തിനാണ് ആൾക്കാർ പാക്കേജ് എടുത്ത് മലേഷ്യ കാണാൻ വരണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ള. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയാണ് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഈ സാധനം കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം, നിഫി വ്ളോഗ്സ് ആണ്. നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ബുക്കിംഗ് ബിങ്താനിലേക്ക് എത്തിയിട്ട് നമ്മൾ എങ്ങടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൻ ടവർ ആണ്. മലേഷ്യയിലെ കോലാലംപൂരിലെ ഏറ്റവും ടൂറിസ്റ്റ് സ്പോട്ടാണ് ടിൻ ടവർ. അവിടേക്ക് നമുക്ക് പോവാം. ഇവിടെ രാത്രിയുടെ വൈബ് നോക്കി എന്ത് രസാ നോക്കിയ. ബുക്കിംഗ് ബിങ്താനിലെ മെയിൻ സ്ഥലമാട്ടോ. നമുക്ക് സിഗ്നൽ ആയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു ചൂടൊക്കെ ഉണ്ട്, എന്നാലും അടിപൊളിയാണ്. ഈ ക്രോസ് ചെയ്യാ സൂപ്പർ. അവിടെ എല്ലാരും ക്രോസ് ചെയ്യണു. ഹായ്. അവിടെ ഒരു പുള്ളിക്കാരി ആയൊക്കെ കാണിക്കണം. കിട്ടിയില്ലൻ ഏരിയ കേട്ടോ. ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ ആണ് മിക്ക കാര്യങ്ങളും. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വരാൻ പറ്റും. നമുക്ക് ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിൽ അങ്ങനെ വരാം, എക്സ്പ്ലോർ ചെയ്ത് അതായത് ഹെവി ലക്ഷറി വേണമെങ്കിൽ അങ്ങനെ വരാം. രണ്ട് രീതിയിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. രണ്ട് രീതിയിൽ വന്നാലും ഇവിടുത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ കുറെ ഫുഡും കാര്യങ്ങളും അല്ലാണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ വെൽക്കം. ഓക്കെ. No, India. Welcome, Kerala. Okay. എന്റെ പൊന്നെ, കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോ ഭയങ്കര ബഹുമാനം കേട്ടോ. കാരണം ഇന്ത്യ കേരള എന്ന് പറയണം. പിന്നെ എനിക്കൊരു വിഷമം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ട്രാവലേഴ്സ്, ഞാൻ ഹോസ്റ്റലിൽ പരിചയപ്പെട്ട മിക്ക ആൾക്കാരും, ജപ്പാനിലാണെങ്കിൽ മിക്ക ആൾക്കാർ പറയുന്നത് ഇന്ത്യ സേഫ് ആണോ എന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞു ഇന്ത്യ സേഫ് ആണ്, ഓഫ് കോഴ്സ്. ഞാൻ പറഞ്ഞു കേരളത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഇന്ത്യയുടെ വേറൊരു എൻഡാണ് കേരള വരുന്നത്. അത് സദേൺ പാർട്ടാണ്. അവിടെ ട്രാവൽ ചെയ്തിട്ട് നിങ്ങൾ വേറെ പാർട്ട് ഓഫ് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഇഷ്ടപ്പെടും. കാരണം ഈ നോർത്ത് ഇന്ത്യൻസ് കാണിക്കുന്ന കാര്യം കാരണം കൊണ്ട് നമുക്കാണ് എഫക്ട് ചെയ്യണത്, കേരളത്തിലെ ആൾക്കാർക്കാണ് എഫക്ട് ചെയ്യണത്. പോകുന്ന വഴി കണ്ടില്ലേ എന്ത് അടിപൊളിയാന്ന് നോക്കിയ ബിൽഡിങ്സും കാര്യങ്ങളും. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ എന്ത് അടിപൊളി, എന്ത് രസമാണെന്ന് പറയുക കാണാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കാണ്. കാരണം ഒരു വീട്ടിൽ എത്ര പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും കാറുണ്ട്. ഇവർക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കാറ് കിട്ടുന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ട്രാഫിക്കാണ്. ഒരാള് ഇടിച്ചു കുത്തുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എന്ത് രസമാന്ന് നോക്കി കാണാൻ പോകുന്ന സ്ട്രീറ്റ് കേട്ടോ. നമുക്ക് KL ടവറിലേക്ക് എത്താൻ നടന്ന് പവലിയൻ കോലാലംപൂർ എന്ന് പറഞ്ഞ ഒരു മാള് പോലത്തെ സംഭവമാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ടിൻ ടവറിലേക്ക് പോകാം. ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് മിക്കവരും ടിൻ ടവറിലേക്ക് നടന്നു പോകുന്നത്. മലേഷ്യയിൽ വന്നപ്പോൾ, കോലാലംപൂരിൽ വന്നപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റേഷൻ ഏതാ, റെയിൽവേ സ്റ്റേഷൻ ഏതാന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. എല്ലായിടത്തും മാളുണ്ട്. ഏത് ബസ് സ്റ്റേഷനിലാണെങ്കിലും ഏത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഇവിടെ മാള് പോലെയാണ് പണിത് വെച്ചേക്കണം. മാളിന്റെ ഉള്ളിൽ കൂടെ പോയി ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും എല്ലാം കാണാം. കോലാലംപൂർ സെൻട്രൽ ഒരു അടിപൊളിയാണ്. എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം, അതും ഒരു മാളിന്റെ ഉള്ളിലാണ് വെച്ചേക്കണേ. നമ്മുടെ നാട്ടിൽ കോർപ്പറേഷൻ ഇല്ലേ ബസ് സ്റ്റാൻഡ് പണിതേക്കുന്നത്, ആ ബസ് സ്റ്റാൻഡ് മാള് പോലെ പണിത് വെച്ചേക്കണേമാര്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങണം. താഴത്തേക്ക് പോയിട്ട് ആ വഴി അങ്ങോട്ട് പോകണം എന്നാണെന്ന് തോന്നുന്നു. മാപ്പ് വെച്ചിട്ടാണ് നേരെ അങ്ങോട്ട് പോണേ. എനിക്ക് തെറ്റുപറ്റിയതാണ്. പവലിയനിൽ കയറിയിട്ട് ടിൻ ടവറിൽ പോണ റൂട്ട് ചോദിച്ചു പോയി. ഇവിടെ എഴുതി വെച്ചിട്ടെന്ന് തോന്നുന്നു level 3, അതായത് 3ാമത്തെ ഫ്ലോറിൽ കയറിയിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. ഗൂഗിൾ മാപ്പ് വഴി പോയി കഴിഞ്ഞാൽ ഏത് വഴി പോകാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരാൾ ചോദിക്കുമ്പോൾ വേറെ സ്ഥലം പറയും, വേറെ ആൾ ചോദിക്കുമ്പോൾ വേറെ സ്ഥലം പറയും. എവിടെയായിരുന്നു കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ എവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് സംഭവമൊന്നുമില്ല, എളുപ്പമാണ്. ആ പവലിയൻ KL മാള് പോലത്തെ അവിടെ കയറാം. അവിടെ നിന്ന് നേരെ നടന്നാൽ മതി. വേറെ ഇങ്ങോട്ട് എടുക്കണ്ട, മുകളിലേക്കൊന്നും എടുക്കണ്ട. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോവാം. കാണാനുള്ളതുണ്ട്. ഫുട്പാത്തുകളൊക്കെ നോക്കിയേ നല്ല രീതിയിൽ പണിത് വെച്ചേക്കണാണ്. വേറെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, വയ്യാത്ത ആൾക്കാരില്ലേ, വീൽ ചെയറൊക്കെ ഉണ്ടെന്നവർ, അവർക്ക് അടക്കം ഈ ഫുട്പാത്ത് ആക്സസ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സാധനം ഇട്ടേക്കുന്നത്. ഈ വഴി വീൽ ചെയർ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാം. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് കയറാം, അങ്ങോട്ട് ഉന്താ. അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫുട്പാത്തുകളെല്ലാം ഉണ്ടാക്കിക്കുന്നത്. അത് വളരെയധികം നല്ലതാണ്. നമ്മുടെ നാട്ടിലെ ഫുട്പാത്തിൻ്റെ നടുക്കാണ് കടകളും കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്നത്. അതൊക്കെ വേണം. അത് സ്ട്രീറ്റുകളിൽ വെക്കണം. അവിടെയും മറ്റുള്ളവർക്ക്, വയ്യാത്ത ആൾക്കാർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. ഇവിടെ നോക്കി, ഈ വഴി നമുക്ക് വീൽ ചെയർ ഉന്തി ഇങ്ങനെ നടന്ന് ഈ വഴി ഇങ്ങനെ കയറി ഇങ്ങനെ പോകാം. എന്ത് ക്ലീനാണെന്ന് നോക്കിയേ. കോലാലംപൂർ മെയിൻ സിറ്റിയാണ് മലേഷ്യയിലെ. നമ്മുടെ ഇന്ത്യയിലെ മെയിൻ സിറ്റിയാണ് ഡൽഹി. ഡൽഹിയിലെ അവസ്ഥ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതാണ് ഏറ്റവും ഡിഫറൻസ്. അവിടെ ഒരു സാധനം പോണെന്ന് നോക്കിയേ. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയാണ് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ടിൻ ടവർ ഇതവിടെയാണ്. പക്ഷെ പോകുന്ന വഴിയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും ബിൽഡിങ്സും ഇവിടുത്തെ റോഡും എല്ലാം കാണാൻ എന്തു ഭംഗിയാണെന്നറിയോ.
പോകുന്ന വഴി എന്ത് കളർഫുള്ളാന്നറിയോ. നമ്മുടെ എറണാകുളത്തില്ലേ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി ഒരു പച്ച റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ആ പച്ച റോഡിൽ കാറുകളാണ് പാർക്ക് ചെയ്തിട്ടേക്കണം. വെറും പ്രഹസനം മാത്രം. ഒരു സാധനം ഉണ്ടാക്കണേ അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടിയും പഠിക്കണം. കണ്ട ഇവിടെ നോക്കിയാൽ സൈക്കിൾ പോകുന്ന റൂട്ടാണ്. ഈ സൈക്കിൾ പോകുന്ന റൂട്ടിൽ ദണ്ട വണ്ടികൾ കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറ്റി കുറ്റി കാര്യങ്ങളെല്ലാം അടിച്ചു വെച്ചേക്കാന്ന് മനസ്സിലായി. അതുപോലെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് നിലനിൽക്കുള്ളൂ. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. വെറുതെ പണിതിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കാര്യമില്ല. ഒരു ടവർ അത് ആ നാടിനെ തന്നെ ഉയർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഇത് 1996 മുതൽ 2004 വരെ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ടവറായിരുന്നു. നമ്മള് ട്വിൻ ടവറിന്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് എത്തിയേക്കാണ്. എന്ത് രസം നോക്കിയേ കാണാൻ, അടിപൊളിയല്ലേ. എൻ്റെ പോലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇതൊരു ടവർ ആയിട്ട് കാണരുത്. ഇതിൽ 88 ഫ്ലോർ ഉണ്ട്. പെട്രോണാസ് ട്വിൻ ടവറിന്റെ തറക്കല്ലിട്ടത് ജാനുവരി 1, 1992 ഇതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് മെയ് 1, 1993 ഇതിന്റെ കൺസ്ട്രക്ഷൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത് 1996 ജൂണിലാണ്. ഇത് ഓപ്പൺ ചെയ്തത് ഓഗസ്റ്റ് 31, 1999 ഈ പെട്രോണാസ് ട്വിൻ ടവറിൽ 88 ഫ്ലോർ ഉണ്ട്. അതിൽ 5 ഫ്ലോർ അണ്ടർഗ്രൗണ്ട് ആണ്. ഓരോ ഫ്ലോറിൽ 38 എലിവേറ്റേഴ്സ് ഉണ്ട്, അതായത് ലിഫ്റ്റ് ഉണ്ട്. അപ്പത്തേ ഞാൻ ഇവിടെ കുറെ മലയാളികളെ കണ്ടുമുട്ടിയിട്ട് നിഷ, ഇവാന, നസിയ. അപ്പൊ ഇവര് ട്രിപ്പ് അടിക്കാൻ വന്നേക്കുന്നതാണ്. അടിപൊളി. നിങ്ങൾ ഭയങ്കര ലക്കിയാണ് കേട്ടോ ഇവിടേക്കൊക്കെ ഈ പ്രായത്തിൽ വരാൻ പറഞ്ഞത്. ഞാൻ ഈ പ്രായം ഇങ്ങോട്ടേക്ക് വരണേ കണ്ടതിന് വളരെയധികം ഈ പെട്രോണാസ് ട്വിൻ ടവർ കുറെ പേര് കാണിച്ചിട്ടുണ്ടാവും. ഞാൻ അതിനെല്ലാം കാണിക്കാൻ വന്നേ ഇതെങ്ങനെ എത്തിപ്പെടാം. ബുക്കിംഗ് ബിങ്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ ബാട്ടു കേവ്സും പെട്രോണാസ് ടവറും വെറും 300 രൂപയ്ക്ക് പോയി വരാൻ പറ്റും. ഇത്ര ചീപ്പാണ് മലേഷ്യ. എന്തിനാണ് ആൾക്കാർ പാക്കേജ് എടുത്ത് മലേഷ്യ കാണാൻ വരണതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ള. ഇത്രയും ചീപ്പാണ് മലേഷ്യ. അവർക്ക് എത്ര ലാഭമാണെന്ന് അറിയാം. നിങ്ങൾ ജസ്റ്റ് ഒന്നും പ്ലാൻ ചെയ്ത മൊത്തത്തിൽ കണക്ട് ചെയ്യാന്നുള്ള മലേഷ്യ സോ സിമ്പിളാണ് എല്ലായിടത്തും ലൊക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാലക്കുടി കയറാവുക. ബൈ.